അപ്പോൾ നിങ്ങൾ VS-നെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെപ്പോഴും ജീവിതത്തിൽ വിശ്രമം വേണം, ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യാം എന്നിങ്ങനെ കരുതിയിരിക്കുന്ന സമയത്താണ് VS-നെ പോലെയുള്ള, കെ കരുണാകരനെ പോലെയുള്ള, ഉമ്മൻചാണ്ടിയെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാരെ, പിണറായി വിജയനെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാരെ കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്, നരേന്ദ്രമോദിയെ പോലെയുള്ള നേതാക്കളെ കുറിച്ച് ആലോചിക്കുന്നത്. അവരൊക്കെ ഏതെങ്കിലും സമയത്തിൽ ഇങ്ങനെ റിലാക്സ് ചെയ്ത് ജീവിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവരൊക്കെ നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യരാണ്. അവരുടെ പ്രവർത്തനമാണ് അവരുടെ ആരോഗ്യം. ശരിയാണ്, ചില സമയങ്ങളിൽ ഉമ്മൻചാണ്ടിയൊക്കെ അങ്ങനെ നിരന്തരം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടുണ്ടല്ലോ ആരോഗ്യം പോലും നഷ്ടപ്പെട്ടത്. പക്ഷേ അതൊക്കെ അതിൻ്റെ ഒരു പാഷനോട് കൂടി നിൽക്കുന്നതാണ്. വാർത്തകൾ സംഭവിക്കുന്ന നേരത്ത് വാർത്തകൾക്ക് എവിടെ വിശ്രമം? അപ്പോൾ പ്രിയപ്പെട്ടവരെ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ട് എന്ന ഒരു വാർത്ത പ്രേക്ഷകരെ അറിയിക്കുകയാണ്. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് VS-ൻ്റെ മകൻ ഇപ്പോൾ പറഞ്ഞു. ഇന്നലെ അരുണുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ അരുൺ പറഞ്ഞത് ഇന്നലെ ചെറിയ ശ്വാസമെടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അങ്ങനെയാണ് കൊണ്ടുവന്നത്. ECG-യിൽ ചെറിയ വേരിയേഷൻ കാണിച്ചു. അപ്പോൾ അതിലാണ് അല്പം ടെൻഷനുണ്ടായി. പക്ഷേ ആശുപത്രിയിലെത്തി, ഇപ്പോൾ സ്റ്റേബിളാണ്, മെഡിക്കൽ ICU-വിലാണ് തുടരുന്നത്. വിദഗ്ധ ചികിത്സ നൽകാനുള്ള എല്ലാ ക്രമീകരണങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇത് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കുന്നുണ്ട്. റഹീസ് റഷീദ് ഇപ്പോൾ ആശുപത്രി പരിസരത്തുണ്ട്. റഹീസ്, ഗുഡ് മോർണിംഗ്. റഹീസ് റഷീദ്, ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് കണ്ടീഷൻ സ്റ്റേബിൾ ആണ്. 101-102 വയസ്സിലേക്ക് കടക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട VS. ഈ പ്രായത്തിലും പ്രായം തളർത്താത്ത പോരാളി എന്ന വിശേഷണമുണ്ട്. അതുകൊണ്ട് തന്നെ മരുന്നുകളോടൊക്കെ പ്രതികരിച്ച് ഇടയ്ക്കുണ്ടായ ചെറിയൊരു ടെൻഷൻ അത് മാറിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ആശുപത്രി അധികൃതർ ബുള്ളറ്റിൻ എന്തെങ്കിലും ഇറക്കിയിട്ടുണ്ടോ? റഹീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺ. മെഡിക്കൽ ബുള്ളറ്റിൻ 10 മണിക്ക് ശേഷം പുറത്തിറക്കുമെന്ന് ആശുപത്രി അധികൃതരോട് രാവിലെ സംസാരിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വരാനുള്ള ഒരു കാത്തിരിപ്പിലാണ് VS-നെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ VS-ൻ്റെ വിവരങ്ങൾ അറിയാൻ കാത്തിരിക്കുന്ന ആളുകളെല്ലാം. അതിലാണ് കൃത്യമായി എന്താണ് VS-ന് സംഭവിച്ചത്, ഇപ്പോഴെന്താണ് VS അച്യുതാനന്ദൻ്റെ അവസ്ഥ എന്ന കാര്യത്തിൽ മനസ്സിലാവുകയുള്ളൂ. അല്പസമയം മുമ്പ് V അരുൺകുമാർ ആശുപത്രിയിലേക്ക് കയറിപ്പോയിരുന്നു. ഡോക്ടർമാരോടും നമ്മൾ സംസാരിച്ചിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് അരുൺകുമാറും ഡോക്ടർമാരും പറയുന്നത്. പക്ഷേ രാവിലെ കുറച്ച് പ്രശ്നമായിരുന്നു. അതായത് ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്, ഞായറാഴ്ച വൈകിട്ട് CT സ്കാൻ ചെയ്യുന്നതിന് വേണ്ടി, ഇടയ്ക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കുന്നതിന് വേണ്ടി CT സ്കാൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞായറാഴ്ച വൈകിട്ട് ഈ SUT-യിൽ തന്നെ വന്നിട്ടാണ് CT സ്കാൻ ചെയ്തത്. തിരിച്ചു പോവുകയും ചെയ്തു. തിങ്കളാഴ്ച, അതായത് ഇന്നലെ രാവിലെ ചില ശ്വാസതടസ്സം VS-ന് അനുഭവപ്പെട്ടു. എല്ലാ ദിവസവും രാവിലെ ഒരു 8 മണിയാകുമ്പോൾ VS-നെ മരുമകൻ ഡോക്ടർ തങ്കരാജ്, മകൾ ആശയുടെ ഭർത്താവാണ്, വന്ന് നോക്കുന്ന ഒരു പതിവുണ്ട്. അത് നോക്കുന്ന സമയത്ത് ചില പ്രശ്നങ്ങൾ കണ്ടു. അപ്പോൾ ECG അവിടെ തന്നെ ആളെ എത്തിച്ചെടുപ്പിച്ചു. അപ്പോൾ അതിൽ വേരിയേഷൻ കണ്ടു. ഉടൻ തന്നെ ഡോക്ടർ തങ്കരാജ് CPR കൊടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. മാറ്റുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം നല്ല രീതിയിൽ പോസിറ്റീവായി മരുന്നുകളോട് പ്രതികരിക്കുകയാണ് അദ്ദേഹം എന്ന് പറഞ്ഞു. മെഡിക്കൽ ബുള്ളറ്റിൻ ഇറങ്ങുമ്പോൾ അക്കാര്യത്തിൽ ഒരു പൂർണ്ണമായ ഒരു വ്യക്തത കിട്ടും. അരുൺകുമാർ ഇന്നലെ ഇക്കാര്യം വ്യക്തമാക്കി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രാത്രി ഇടുകയും ചെയ്തിരുന്നു. ഡോക്ടർ, ഓക്കെ, എന്തായാലും ആശ്വാസകരമായ കാര്യമാണ്. ഞാൻ ഇന്നലെ VS-ൻ്റെ മകൻ അരുൺകുമാറുമായിട്ട് സംസാരിച്ചപ്പോഴും അരുണും പറഞ്ഞത് ഇത് തന്നെയാണ്. ഇപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പോൾ പ്രതികരിച്ച് തുടങ്ങുന്നുണ്ട് മരുന്നുകളോട് അച്ഛൻ എന്നാണ്. അപ്പം എന്തായാലും നമുക്ക് ശുഭവാർത്തയ്ക്കായി കാത്തിരിക്കാം. തിരിച്ച് വീട്ടിലേക്ക് മടങ്ങട്ടെ ആരോഗ്യത്തോടു കൂടി എന്നുള്ളതാണ്. 101 വയസ്സ് കഴിഞ്ഞ്. അപ്പം അതുകൊണ്ട് തന്നെ ആ ശരീരത്തിന് എത്രത്തോളം പ്രതികരിക്കാൻ കഴിയും എന്നറിയില്ല. ഇതിനേക്കാൾ വലിയ പ്രതിരോധം തീർത്തിട്ടുള്ള ശരീരമല്ലേ. പ്രേക്ഷകർക്കറിയാമല്ലോ, പുന്നപ്രയിലെ ആക്രമണത്തിൻ്റെ സമയത്ത്, പുന്നപ്ര സമരം നടക്കുന്ന സമയത്ത് പോലീസുകാർ പൂഞ്ഞാറ്റിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയി ഈ പാവം മനുഷ്യൻ്റെ കാലിൽ ബയണറ്റ് കുത്തിയിറക്കുന്നതിനെക്കുറിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഒരു കാൽപാദത്തിൽ തുളഞ്ഞപ്പുറത്തേക്ക് പോയി എന്നാണ്. അത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, EMS-നെയും പത്രോസിനെയും കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസിനോട് പറയാത്തതിൽ പ്രതിഷേധിച്ചാണ് പൂഞ്ഞാറിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അന്ന് VS-നെ കാലിൻ്റെ ഈ പാദത്തിൽ ഈ ലാത്തിയും ബയണറ്റും വെച്ച് ആക്രമണം നടത്തുന്നത്. ഏറെക്കാലം പിന്നീട് ഒരുപാട് ബുദ്ധിമുട്ടി ആ മനുഷ്യൻ. വളരെ ലളിതമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ഈ പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന തലത്ത് ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന മനുഷ്യനാണ്. ഒരുപാട് റെക്കോർഡുകളുണ്ട് VS-ൻ്റെ പേരിൽ. പക്ഷേ റെക്കോർഡുകളെക്കാൾ VS-ന് നമ്മൾ കൊടുത്തത് ഹൃദയം കൊണ്ടുള്ള അഭിവാദ്യമാണ്. കണ്ണേ കരളെ VS അല്ലേ, അങ്ങനെ മുദ്രാവാക്യം മറ്റേത് നേതാവിനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ,